CBSE മൂല്യനിർണ്ണയം നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എംപിയും പാർലമെന്ററി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ ഡീൻ കുര്യാക്കോസ്. പാർലമെന്ററി സമിതി എന്ന നിലയിൽ ഈ വിഷയങ്ങളിൽ തുടർച്ചയായുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമെന്ന രീതിയിലായിരുന്നില്ല NTUയുടെ ഇടപെടലുകളെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇത് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നുള്ള ഒരു ബോധ്യത്തിലായിരുന്നില്ല ഇന്ന് വരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ. അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള അപാകതകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ. സർക്കാർ ആ കാര്യത്തിൽ അലംഭാവം തുടരുകയാണ് ചെയ്തത്. അപ്പോൾ പാർലമെൻ്ററി സമിതി എന്നുള്ള നിലയിൽ തുടർച്ചയായിട്ടുള്ള വാണിങ്ങുകളാണ് സർക്കാരിന് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ സംബന്ധിച്ച് അത് 1, 2, 3, 4 എന്നുള്ള നിലയിൽ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ മതിയാവും. അതുകൊണ്ടാണ് തുടർച്ചയായി പാർലമെൻ്ററി സമിതി ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പാർലമെൻറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീത VG വിവരങ്ങളുമായി. വിനീത, എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വലിയ അലംഭാവം ഉണ്ടായി എന്നതുൾപ്പെടെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഇന്ന് പാർലമെന്ററി സമിതി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി യോഗം ചേരുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി യോഗം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്നും നാളെയുമായി ചേരുന്ന യോഗത്തിൽ നീറ്റ് CBSE വിവാദങ്ങളൊപ്പം തന്നെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനോടകം തന്നെ സ്വീകരിച്ച നടപടിക്രമങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ തന്നെ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇന്ന് ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൂടി, വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൂടി പാർലമെന്ററി സമിതി സമൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MPയുടെ പ്രതികരണം. അദ്ദേഹം നമ്മളോട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണെന്ന രീതിയിലായിരുന്നില്ല തുടക്കം മുതൽ തന്നെ ഇക്കാര്യത്തിൽ NTAയുടെ ഒരു പ്രവർത്തനങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ സർക്കാർ അലംഭാവം ഇക്കാര്യത്തിൽ തുടരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്ററി സമിതി എന്ന നിലയിൽ തുടർച്ചയായിട്ടുള്ള വാണിംഗ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഉദ്യോഗസ്ഥരോട് വിശദീകരണങ്ങൾ തേടിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം, ഈ വിവാദങ്ങൾ, ഈ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളതിൽ ഉദ്യോഗസ്ഥർ വിശദീകരണങ്ങൾ നൽകണം. ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്ന കാര്യത്തിലും ഉദ്യോഗസ്ഥർ വിശദീകരണങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക. ഇതിനോടകം തന്നെ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്ത് വിലയിരുത്തും. നാളെ ചേർന്ന പാർലമെന്ററി സമിതി യോഗമാണ് CBSEയുടെ വിഷയം ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ CBSE വിദ്യാർത്ഥികളും ഒപ്പം തന്നെ നീറ്റ് വിദ്യാർത്ഥികളുമൊക്കെ അവർ വലിയ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ പ്രശ്നങ്ങൾ അത് ഏത് രീതിയിൽ പരിഹരിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഉദ്യോഗസ്ഥർ ഈ കമ്മിറ്റിക്ക് മുൻപാകെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങളും നൽകേണ്ടി വരിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.